അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂം ഒന്നിലധികം സൂപ്പർ ഹീറോസിനെ കൊല്ലുമെന്ന് റൂമേഴ്സ് ഉണ്ട്. MCUവിൽ ഡോക്ടർ ഡൂം ഏതൊക്കെ സൂപ്പർ ഹീറോസിനെയാകും കൊല്ലാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മിക്കവാറും എല്ലാ അവഞ്ചേഴ്സ് മൂവീസിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം മരിക്കാറാണ് പതിവ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ അൾട്രോണിന്റെ ആക്രമണത്തിൽ ക്വിക്സിൽവർ മരണപ്പെടുന്നുണ്ട്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ മൈൻഡ് സ്റ്റോൺ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് താനോസ് വിഷനെ കൊല്ലുന്നുണ്ട്. മാത്രമല്ല ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സും താനോസിന്റെ സ്നാപ്പിൽ ഡസ്റ്റ് ആയി പോകുന്നുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ സോൾ സ്റ്റോൺ ലഭിക്കാൻ വേണ്ടിയിട്ട് നടാഷ റോമനോഫ് തന്റെ ജീവൻ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല താനോസിനെയും അവന്റെ ആർമിയെയും ഇല്ലാതാക്കാൻ ടോണി സ്റ്റാർക്ക് തന്റെ ജീവൻ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മാർവൽ സ്റ്റുഡിയോസിന്റെ ഏറ്റവും വലിയ മൂവി ആയിരിക്കും അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന്. ഈ മൂവിയെ കൂടുതൽ ഇമോഷണലും ഐക്കോണിക്കുമാക്കാൻ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളുടെ മരണം അനിവാര്യമാണ്. പ്രൊഫസർ എക്സ്, മാഗ്നീറ്റോ, റെഡ് ഗാർഡിയൻ, ആൻഡ്മാൻ, ബക്കി ബാൺസ് ഇവരൊക്കെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ മരണപ്പെടുമെന്ന് റൂമേഴ്സ് ഉണ്ട്. സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയും ലോക്കിയും മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഡോക്ടർ ഡൂമിന്റെ ജീവിതം മാറിമറിയാനും ഇൻകർഷൻസ് ഉണ്ടായിട്ട് എല്ലാം നശിക്കപ്പെടാനും കാരണം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ സ്റ്റീവ് റോജേഴ്സിന്റെ ആ തീരുമാനമായിരിക്കണം. ആ കാരണം കൊണ്ടാകാം ഡോക്ടർ ഡൂം സ്റ്റീവ് റോജേഴ്സിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ലോക്കിയുടെ പവേഴ്സ് സ്റ്റീൽ ചെയ്താലായിരിക്കാം ഡോക്ടർ ഡൂം ഗോഡ് എംപറർ ഡൂം ആവുക. സോ ആ കാരണം കൊണ്ടാകാം ഡോക്ടർ ഡൂം ലോക്കിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പിന്നീട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ മരിക്കാൻ ഏറെ സാധ്യതയുള്ളത് ഗോഡ് ഓഫ് തണ്ടറായ തോറാണ്. തോർ മരണപ്പെട്ടാൽ മാത്രമേ പിന്നീട് അദ്ദേഹത്തിന് ഡോക്ടർ ഡൂമിനെ ഇല്ലാതാക്കാൻ റൂൺ കിങ് തോറായിട്ട് റിട്ടേൺ ചെയ്യാൻ സാധിക്കൂ.